Hi all, welcome to Learnino. നമുക്കിത് കെമിസ്ട്രി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്കീമിൻ്റെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when the uncertainty in momentum is zero, the uncertainty in position of a particle is. ഇപ്പോൾ ഹൈസൻബർഗ് uncertainty principle നമുക്കറിയാം. We cannot know both the position and speed of a fastly moving particle like electrons. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് when the uncertainty of momentum is zero, momentumത്തിന്റെ uncertainty zero ആണെങ്കിൽ uncertainty in position of a particle എന്താണ്? h by 4, 1, 2, 1 by 2, infinity. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. From Heisenberg uncertainty principle, delta x, delta p, h by 4 pi. Okay, delta x, delta p greater than or equal to h by 4 pi. Delta x is the change in position, delta p momentum, h is the Planck's constant. Okay, uncertainty in momentum is zero, that is delta p 0 ആണെങ്കിൽ then to satisfy the inequality, ഇത് satisfy ചെയ്യണമെങ്കിൽ delta x tends to infinity ആയിരിക്കണം. Because if one quantity becomes zero, the other must become infinitely large. ഒരു quantity zero ആയിരിക്കുമ്പോൾ മറ്റേ quantity എന്ന് പറയുന്നത് infinitely എന്തായിരിക്കണം? Large ആയിരിക്കണം. So option E, infinity is the correct answer. അപ്പോൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ആ ഒരു റിലേഷൻ മറക്കരുത്. ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4 pi. Then second question, which of the following statement is not true with the Bohr model of atom? അപ്പോൾ നമ്മൾ Bohr model of atom പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ അല്ലാത്തത്? Option A, it accounts the stability of line spectra of helium. Option B, it fails to account for finer details of hydrogen atom spectrum by using sophisticated spectroscopic techniques. Option C, it is unable to explain the spectrum of atom or ion which possess only 2 electrons. It only explained about the splitting of spectral lines in the presence of electric field. It is unable to explain the ability of atom from molecules from chemical bonds. ഓക്കെ, ഏതാണ് ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അബൌട്ട് ബോർ മോഡൽ ഓഫ് ആറ്റം? നമുക്ക് ബോർ മോഡൽ അറിയാം. നമ്മുടെ ആറ്റത്തിനൊരു മോഡല് കൊണ്ടുവരാൻ വേണ്ടി ഒത്തിരി സയൻറ്റിസ്റ്റ്, പ്ലം പുഡിംഗ് മോഡല്, പിന്നെ അതുപോലെ റുദർഫോർഡ് മോഡല്, പിന്നെ വന്ന മോഡല് ബോർ മോഡൽ. അപ്പോൾ ബോർ മോഡലിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയാം നമുക്ക്. ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഓർബിറ്റിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഇൻകറക്റ്റ്? ഫസ്റ്റ് വൺ, Bohr model explains the stability and line spectrum of hydrogen like atoms. അത് കറക്റ്റ് ആണ്. നമ്മൾ ബോർ മോഡൽ വെച്ച് ഹൈഡ്രജന്റെ ബാൾമർ, ലൈമാൻ, ഫാഷൻ, ബ്രാക്കറ്റ്, പിഫാൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ലൈക്ക് എലമെന്റ് ആണ് ഹീലിയം, He+. അപ്പോൾ അങ്ങനെ ഹീലിയം, He+, എക്സെട്ര തുടങ്ങിയവരുടെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും ബോർ മോഡലിന് പറ്റും. സോ ഇറ്റ് ഈസ് ട്രൂ. It failed to explain fine spectrum of hydrogen, fine structure of hydrogen spectrum. അതും ട്രൂ ആണ്. ഫൈൻ സ്ട്രക്ചർ പറഞ്ഞിട്ടില്ല, നമ്മളൊരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ പഠിക്കുന്നത് അതാണ്. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്പെക്ട്ര ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. ഹീലിയം പോലുള്ള മൾട്ടി ഇലക്ട്രോൺ ആറ്റംസിന്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇറ്റ് ഓൺലി എക്സ്പ്ലെയിൻ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. അത് ഫോൾസ് ആണ്. കാരണം സീമൻ എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ്, രണ്ട് എഫക്റ്റും പറയാൻ പറ്റുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും പറയുന്നുണ്ട്. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതും ട്രൂ ആണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഓപ്ഷൻ ഡി ആണ് ഫാൾസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലുമുള്ള സ്പെക്ട്രൽ ലൈനിന്റെ സ്പ്ലിറ്റിംഗ് പറയുന്നുണ്ട്. അതിനെയാണ് സീമൻ എഫക്റ്റ് എന്നും സ്റ്റാർക്ക് എഫക്റ്റ് എന്നും നമ്മൾ പറയുന്നത്. Third question, which of the following statement is incorrect with the p block elements? p block elements ഉമായിട്ട് റിഗാർഡ് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഇൻകറക്റ്റ്? p block elements comprise of group 13 to group 18. The outer electronic configuration of p block elements is ns2 np1 to 6. Halogens belong to group 16. Gallium and bromine are liquids. Then final, the zero group elements have general formula ns2 NP6 are inert because their energy levels are
കംപ്ലീറ്റ്ലി ഫിൽഡ്. അപ്പോൾ ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്? അപ്പോൾ ഓരോന്നെടുത്ത് നമുക്ക് നോക്കാം. പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 13 to 18 തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റ് ആണ്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പി ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ NS2 NP1 to 6 പിയിൽ 6 പേരെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ജനറൽ കോൺഫിഗറേഷൻ അതും കറക്റ്റ് ആണ്. Then halogen belong to group 16. Halogen group 16 അല്ല, halogens are group 17. Chlorine, fluorine, bromine, iodine എല്ലാവരും ഗ്രൂപ്പ് 17 ആണ്. അപ്പോൾ അത് ഇൻകറക്റ്റ് ആണ്. ഗാലിയം ആൻഡ് ബ്രോമിൻ ആർ ലിക്വിഡ്. റൂം ടെമ്പറേച്ചറിൽ ബ്രോമിൻ ലിക്വിഡ് ആണ്. ഗാലിയം നിയർ റൂം ടെമ്പറേച്ചറിലും ലിക്വിഡ് ആവും. അപ്പോൾ അതും കറക്റ്റ് ആണ്. ഗ്രൂപ്പ് 18 എലമെന്റ്സ് NS2 NP6 തന്നെയാണ്. കാരണം 6ഉം 2ഉം 8 അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫിൽഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നോബിൾ ഗ്യാസസ് ആണ്. അവർ റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കില്ല. എക്സെപ്ഷൻസ് ഉണ്ട്, എന്നാൽ അവർ കോമൺലി റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കില്ല. ഓക്കെ, അപ്പോൾ അതിൽ ഓപ്ഷൻ സി ആണ്. ഹാലജൻസ് ഗ്രൂപ്പ് 17 ആണ്, ഗ്രൂപ്പ് 16 അല്ല. ഗ്രൂപ്പ് 18 ആണ് നോബിൾ ഗ്യാസസ്. ക്ലിയർ? Then fourth question, which of the following molecules have zero dipole moment? അപ്പോൾ ഡൈപോൾ മൊമെന്റ് അറിയാം, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആണ്. അപ്പോൾ ഡൈപോൾ മൊമെന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഹെഡും ഒരു ടെയിലും ആരോ വെച്ചിട്ടാണ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന് നേരെയാണ് ഹെഡ് പോകുന്നത്. അപ്പോൾ ഇവിടെ BF3 CH2Cl2 NH3 SO2 NF3 ഇവരിൽ ആർക്കാണ് സീറോ ഡൈപോൾ മൊമെന്റ് വരുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരുടെ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഈസ് BF3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രയഗണൽ പ്ലനാർ ഷേപ്പ് ആണ്. അപ്പൊ എഫ് ഫ്ലൂറിൻ ആണ് ഇലക്ട്രോനെഗറ്റീവ്. അപ്പൊ നമ്മൾ ആരോ വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വരും റിസൾട്ടന്റ്, ഇത് താഴോട്ട് വരും. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് വരുന്നത് കൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ആയി പോവും. ഇവരുടെ ഡൈപോൾ മൊമെന്റ് എന്താവും? സീറോ ആവും. ഫ്ലൂറിൻ ആണ് ബ്രോമിനെ അപേക്ഷിച്ചിട്ട് ഇലക്ട്രോനെഗറ്റീവ്. സോ ഹെഡ് നമ്മൾ അങ്ങോട്ട് വരയ്ക്കും. അപ്പം ഇവിടുത്തെ റിസൾട്ടന്റ് മുകളിലോട്ടും ഇവരുടെ റിസൾട്ടന്റ് താഴോട്ടും വരുമ്പോൾ ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ആയി പോകും. CH2Cl2 ടെട്രാഹീഡ്രൽ ജോമെട്രി ആണ്. ടെട്രാഹീഡ്രൽ ആയതുകൊണ്ട് തന്നെ 2 ക്ലോറിനും 2 ഹൈഡ്രജനും ആണുള്ളത്. അത് പോളാർ ആണ്. അവരുടെ ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യത്തില്ല? ക്യാൻസൽ ആയി പോകത്തില്ല. Then NH3 ആൾസോ ട്രൈഗണൽ പിരമിഡൽ ഷേപ്പ് ആണ്. പിന്നെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്ത് ചെയ്യത്തില്ല? നൈട്രജൻ ആണ് ഇലക്ട്രോനെഗറ്റീവ്. സോ നമുക്ക് റിസൾട്ടന്റ് മുകളിലോട്ടാണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് പോളാർ. ഡൈപോൾ മൊമെന്റ് സീറോ അല്ല. SO2 ബെൻഡ് ഷേപ്പ് ആണ്. സോ ബെൻഡ് ഷേപ്പ് ആയതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഡൈപോൾ മൊമെന്റ് സീറോ ആവത്തില്ല. NF3 സെയിം NH3യുടെ പോലെ ട്രയഗണൽ പിരമിഡൽ ഷേപ്പ് ആണ്. ഫ്ലൂറിൻ ആണ് ഇലക്ട്രോനെഗറ്റീവ്. അതും എന്താവില്ല? സീറോ ഡൈപോൾ മൊമെന്റ് ആവത്തില്ല. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ മാത്രമേ ഡൈപോൾ മൊമെന്റ് എന്താവത്തുള്ളൂ? സീറോ ആവത്തുള്ളൂ. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് സിസ്റ്റം ആൻഡ് ദർ ഡെഫിനിഷൻസ് ആർ ഗിവൺ ബിലോ. കുറെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, മാച്ച് ചെയ്യാനാണ്. ക്ലോസ്ഡ് സിസ്റ്റം, എ സിസ്റ്റം വിച്ച് ഹാസ് എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് സറൗണ്ടിങ്സ്. ഓപ്പൺ സിസ്റ്റം, എ സിസ്റ്റം cannot exchange matter of energy with the surroundings. Isolated system, a system consists of a single phase. Homogeneous system, a system consists of many phases. Heterogeneous system, a system which can exchange only energy with the surroundings. ഇപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് ഒരു വെസലിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ്സിൽ ഒരു ലിക്വിഡ് ഇരിക്കുന്നു. ദെൻ അടുത്തത് ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ചിരിക്കുന്നു. മൂന്നാമത്തത് ഒരു ഇൻസുലേറ്റഡ് ഫ്ലാസ്കിൽ ഇരിക്കുന്നു. ഫസ്റ്റ് ആണ് ഓപ്പൺ സിസ്റ്റം. അതായത് അവിടെ എനർജിയും എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് അടച്ചു വെച്ചിരിക്കുന്നത്, ഇപ്പൊ ചൂടുള്ള സാധനമാണെങ്കിൽ ചൂട് പോകും, പക്ഷെ മാറ്റർ എന്ത് ചെയ്യില്ല? കുറയില്ല. ദാറ്റ് ഈസ് ക്ലോസ്ഡ് സിസ്റ്റം. മൂന്നാമത്തത് ഒരു ഫ്ലാസ്കിലാണ് നമ്മളിപ്പോൾ ചൂടുവെള്ളം എടുത്തു വെക്കുന്നെങ്കിൽ കുറേ നേരം അതിൻ്റെ ചൂട് അങ്ങനെ തന്നെ ഇരിക്കും. അവിടെ അഡയബാറ്റിക് പ്രോസസ്സാണ്. അവിടെ വേറെ പ്രത്യേകിച്ച് ഹീറ്റ് ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. ഇനി ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ സോൾട്ട് വാട്ടർ എടുക്കുന്നു. അപ്പോൾ സോൾട്ട് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് അത് ഫുള്ള് സോൾട്ട് വാട്ടർ തന്നെയാണ്. അതിൻ്റെ കോമ്പോസിഷൻ എന്താണ്? യൂണിറ്റിയാണ്. ഓക്കെ. ദെൻ
ഇനി ഫോർ എക്സാമ്പിൾ മഡി വാട്ടർ, ചെളിവെള്ളം എടുക്കുന്നു. ചെളിവെള്ളം എന്ന് പറഞ്ഞാൽ അതിൽ പല പല കമ്പോണൻസ് ഉണ്ട്. അതൊരു ഹെട്രോജീനിയസ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്കിത് ഈസി ആയിട്ട് എന്ത് ചെയ്യാം മാച്ച് ചെയ്യാം. അപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റം എന്താണ്, ഓപ്പൺ സിസ്റ്റം എന്താണ്, ഐസൊലേറ്റഡ് എന്താണ്, ഹോമോജീനിയസ് എന്താണ്, എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ ആണ് ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഗ്ലാസ്സിൽ നമ്മളൊരു ചൂടുവെള്ളം എടുത്ത് വെച്ചിരുന്നാൽ അതിൻ്റെ ചൂടും പോകുന്നുണ്ട്, കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ അവിടെ മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദെൻ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എനർജിയും പോകുന്നില്ല, മാറ്ററും പോകുന്നില്ല. സിംഗിൾ ഫേസ് ആണ് ഹോമോജീനിയസ് സിസ്റ്റം. ദെൻ മെനി ഫേസ് ഉള്ളത് ഹെട്രോജീനിയസ് സിസ്റ്റം. എക്സ്ചേഞ്ച് ഉള്ളി എനർജി ആണെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം. എക്സാമ്പിൾ വെച്ച് ഓർത്ത് വെച്ചിരുന്നാൽ മതി. സോ കറക്റ്റ് ആൻസർ ഈസ് ക്ലോസ്ഡ് സിസ്റ്റം 5. ഓപ്ഷൻ 5 ആണ്. ഓപ്പൺ സിസ്റ്റം 1 ആണ്, ഐസൊലേറ്റഡ് സിസ്റ്റം 2, ഹോമോജീനിയസ് 3, ഹെട്രോജീനിയസ് 4. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Open system exchange both energy and matter. Isolated system exchange neither energy nor matter. Single phase is homogeneous system. Many phase heterogeneous system. Exchange only energy in closed system. Which of the following statement is incorrect for the concept of oxidation? Oxidation and reduction ഒക്കെ നമുക്കറിയാം. അപ്പോൾ oxidation എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഏതാണ് incorrect? Addition of oxygen. Option B, removal of hydrogen. Option C, decrease in number of positive charge. Option D, decrease in number of negative charge. Option E, removal of an electron. ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് അഡിഷൻ ഓഫ് ഓക്സിജൻ ആണ്, അതേസമയം റിമൂവൽ ഓഫ് ഹൈഡ്രജനുമാണ്. ഇനി ഇലക്ട്രോൺസിന്റെ കേസ് പറയാനാണെങ്കിൽ ഓക്സിഡേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ഓക്സിഡേഷൻ വഴി ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതിന്റെ എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും റിഡക്ഷൻ വരുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് അഡിഷൻ ഓഫ് ഓക്സിജൻ or removal of hydrogen. That is in the case of electron it is the process of removal of electrons. Then oxidation വഴി നമുക്ക് എന്ത് ചെയ്യും, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. അഡിഷൻ ഓഫ് ഓക്സിജൻ കറക്റ്റ് ആണ്, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ കറക്റ്റ് ആണ്, ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആണ്, കാരണം ഇലക്ട്രോൺസ് ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ലോസ് ആയാൽ അവിടെ പോസിറ്റീവ് ചാർജ്. ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് ക്ലിയർ ആണ്, ഇലക്ട്രോൺസിനെ വാങ്ങിക്കഴിഞ്ഞാലാണ് നെഗറ്റീവ് ചാർജ്. ലോസ് ഓഫ് ഇലക്ട്രോൺ മീൻസ് ഡിക്രീസ് ഇൻ നെഗറ്റീവ് ചാർജ്. ദെൻ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി, ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ആണ് ഇൻകറക്റ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് റിഡക്ഷനും ഓർത്തു വയ്ക്കാം. Then 7th question. Osmotic pressure of 0.01 molar aqueous solution of urea at 300 Kelvin is. Osmotic pressure കണ്ടുപിടിക്കാനാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് 0.01 molar aqueous solution of urea ആണ്. ആറിന്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രോബ്ലം ആണ്, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പൈ ഈസ് ഈക്വൽ ടു MRT. എം തന്നിട്ടുണ്ട്, 0.01 മോളാർ ആണെന്ന് തന്നിട്ടുണ്ട്. ആർ ഈസ് 0.082, ടി ഈസ് 300. അപ്പൊ ഡയറക്റ്റ് കാൽക്കുലേഷൻ പൈ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നുണ്ട്, എം ഈസ് ഈക്വൽ ടു 0.01 ഇൻറ്റു 0.082 ഇൻറ്റു ടെമ്പറേച്ചർ കെൽവിനിൽ തന്നെയാണ് തന്നിരിക്കുന്നത്, മാറ്റണ്ട, 300. ദാറ്റ് ഈസ് പൈ ഈസ് ഈക്വൽ ടു 0.01 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ 24.6 കിട്ടും. Then 0.246 atm ആണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ എമ്മും തന്നിട്ടുണ്ട്, ആറും തന്നിട്ടുണ്ട്, ടിയും തന്നിട്ടുണ്ടെങ്കിൽ പൈ കണ്ടുപിടിക്കാൻ പൈ ഈസ് ഈക്വൽ ടു MRT. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ ഓപ്ഷൻ ഇ 0.046 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അതിൽ പ്രോബ്ലം വരുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇനി വേറെ കുറച്ചും കൂടെ ഹൈ ലെവൽ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇക്വേഷൻസ് തരത്തില്ല, വേറെ റിലേഷൻ വഴി നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.